ആരായാലും ഒരു ഫസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു വ്യൂസേ കിട്ടില്ല. നമ്മളൊരു 10 വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വ്യൂസ് കൂടും. പിന്നെയും കുറേ നമ്മുടെ വീഡിയോസ് കൂടുന്തോറും തന്നെയുള്ളൂ നമ്മുടെ ഈ വ്യൂസ്. എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ ആദ്യം തന്നെ ഒരു ചാനൽ തുടങ്ങരുത്. ഇപ്പോൾ തന്നെ ചാനൽ തുടങ്ങുക എന്നൊക്കെ എല്ലാവരും പറയും. സോ ഇപ്പോൾ തന്നെ തുടങ്ങാണ്ട് നിങ്ങൾ ഈ സോ ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്. സോ ഇതിനകത്ത് നമ്മുടെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് നോക്കിയാലോ. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ഗൂഗിൾ അക്കൗണ്ടാണ്. പിന്നെ വേണ്ടത് രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നിഷ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ചാനൽ നമുക്ക് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിഷ് സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ട്രാവലിംഗ് ആണോ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലാണോ, അല്ലെങ്കിൽ കുക്കിംഗ് ആണോ, അല്ലെങ്കിൽ പിന്നെ എന്താ വ്ളോഗ്, ടെക്ക്, ഗെയിമിങ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. സോ അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു കുറച്ച് വീഡിയോസ് അതിൽ ആ ഒരു നിഷ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. സോ അതൊരു 10 വീഡിയോസൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ റീച്ച് കിട്ടിയെങ്കിൽ മാത്രം ആ ഒരു നിഷിൽ സെലക്ട് ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് വ്യൂസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേറെ നിഷസ്, നിങ്ങൾക്ക് വേറെ എന്താ പറയുക, കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്നത്. ഇപ്പോൾ ഡാൻസ് കളിക്കുക, ഗെയിമിങ്ങിനാണെങ്കിൽ ഗെയിമിങ്, അങ്ങനത്തെ കുറേ പേരുണ്ടാവും. സോ അത് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വ്യൂസ് കൂടുതൽ കിട്ടുന്നത് ഏതാണോ അതിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഒരു ആദ്യമായിട്ടാണ് ചാനൽ തുടങ്ങണമെങ്കിൽ ഒരു DSLR ഇല്ലെങ്കിൽ ഒരു ക്യാമറ വേണമെന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ സംശയം. സോ നിങ്ങളിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്യാമറ നല്ലതാണെങ്കിൽ അതന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷൂട്ടിങ്ങിനായിട്ട് യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ക്യാമറ നല്ലതാണെങ്കിൽ, അത് ഫോണിൻ്റെ ക്യാമറ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എല്ലാവരും ഈ ഫോണിൻ്റെ ആദ്യം തുടക്കത്തിൽ നമ്മൾ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ DSLRും നമ്മുടെ മറ്റേ SLR ക്യാമറ ഒന്നും വാങ്ങിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എല്ലാവരും ഫോൺ വെച്ചിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോനെക്കാട്ടിലും നല്ല ക്വാളിറ്റി ഉള്ളത് വേണ്ടത് നമ്മുടെ ഓഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മൈക്ക് വാങ്ങിക്കാം. മൈക്കിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. സോ ഇല്ലെങ്കിൽ അത് നോക്കിയാൽ മതി നമ്മുടെ മൈക്കൊക്കെ വാങ്ങിക്കണമെങ്കിൽ. സോ ഏത് ടൈപ്പിൽ മൈക്ക് വാങ്ങിക്കണം എന്നുള്ളത് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ നിങ്ങൾക്ക് ആദ്യം ഈ ഒരു മൈക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. ഈ വീഡിയോനെക്കാട്ടിലും കൂടുതൽ വേണ്ടത് ഈ മൈക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞു എന്നുണ്ടെങ്കിലും മൈക്ക് നല്ല അടിപൊളി സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ കണ്ടിരിക്കാനും സാധ്യതയുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ചാമത്തായിട്ട് വേണ്ടത് ഒരു ബേസിക് വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ്. അതായത് ഞാൻ ഫസ്റ്റൊക്കെ യൂസ് ചെയ്തത് ഇൻഷോട്ട്, VN, CapCut ഒക്കെയാണ് നമുക്ക് ഈ ഒരു എഡിറ്റിംഗ് ആപ്സായിട്ടുള്ളത്. ഞാൻ ഫസ്റ്റൊക്കെ യൂസ് ചെയ്തത് ഇൻഷോട്ടാണ്, പിന്നെ VN യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CapCut ഇപ്പോൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് VPN യൂസ് ചെയ്യേണ്ടി വരും. സോ എന്നാലും നല്ല അടിപൊളി ആപ്പാണ്, നമ്മുടെ എഡിറ്റിംഗ് ആപ്പാണ് നമ്മുടെ CapCut. നമുക്ക് ഫസ്റ്റ് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഷോട്ട് യൂസ് ചെയ്താലും മതി. അതിൽ നല്ലപോലെ ഈ ട്രാൻസിഷനും എല്ലാ കാര്യങ്ങളും ആ ഇൻഷോട്ടിലുണ്ട്. പിന്നെ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്സ്, നമ്മൾ ഈ ഒരു ബോറിങ് പാർട്സ്, നമ്മൾ സംസാരിക്കാത്ത ഭാഗമോ ഇല്ലെങ്കിൽ ബോറായിട്ട് ആൾക്കാരൊക്കെ കാണാൻ അത്ര ഒരു ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മ്യൂസിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ചെടുത്താനായിട്ട് സാധിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ആറാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള തമ്പനെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ആപ്സ് ഇൻഷോട്ട് നമ്മുടെ വീഡിയോനും ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. സോ ഇൻഷോട്ട് നമുക്ക് സ്നാപ്സീഡ്, പിക്സാർട്ട്, ക്യാൻവ പോലത്തെ ഈ ഒരു ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഇമേജ് എഡിറ്റ് ചെയ്യാൻ, അതായത് തമ്പനെയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു ക്ലിക്കബിൾ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പനെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരിനെ കൂടുതൽ എടുക്കാനായിട്ടുള്ള ഒരു ത്വര കൂടുന്നതായിരിക്കും. സോ നമ്മുടെ ഏഴാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ആൻഡ് പേഷ്യൻസ്. അതായത് ആരായാലും ഒരു ഫസ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു വ്യൂസേ കിട്ടില്ല. നമ്മളൊരു 10 വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വ്യൂസ് കൂടും. പിന്നെയും കുറേ നമ്മുടെ വീഡിയോസ് കൂടുന്തോറും തന്നെയുള്ളൂ നമ്മുടെ വ്യൂസ് കൂടി വരുള്ളൂ. സോ ഇതിന് വേണ്ടത് നല്ലപോലെ ക്ഷമ വേണം, ഈ ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ. സോ നിങ്ങൾക്ക് ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങരുത്. സോ പിന്നെ നമ്മൾ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ ആദ്യം തന്നെ ഒരു ചാനൽ തുടങ്ങരുത്. ഇപ്പോൾ തന്നെ ചാനൽ തുടങ്ങുക എന്നൊക്കെ എല്ലാവരും പറയും. സോ ഇപ്പോൾ തന്നെ തുടങ്ങാണ്ട്
ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു 10 കണ്ടന്റ് നിങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ സക്സസ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. വെച്ച് നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻ്റായി അപ്ലോഡ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ആഴ്ചയ്ക്ക് ഒരു പ്ലാൻ വേണം. അതായത് ഒരു വീഡിയോ ഒരാഴ്ചയ്ക്ക്, അല്ലെങ്കിൽ ഒരു വീഡിയോ കുറച്ച് ഷോർട്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ നമുക്ക് ഈ ഒരു യൂട്യൂബ് കുറച്ച് നമുക്ക് റെക്കമെൻഡ് ചെയ്യണം. നമ്മുടെ ചാനലിനെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ഷോർട്സും കൂടി അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനലിനെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച ഒരു ഷോർട്സ്, അല്ലെങ്കിൽ 2 ഷോർട്സ്, ഒരു ലോങ് വീഡിയോ, സോ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ നമ്മുടെ സക്സസ് ആവാനുള്ള ഒരു സാധ്യത കൂടുന്നതായിരിക്കും. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ള എന്തൊരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കിടക്കാച്ച വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.